ഞാൻ അദീപ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ റെഡ്മി 8A ആണ്. സെപ്റ്റംബർ 30-നായിരുന്നു ഇതിൻ്റെ ഫ്ലാഷ് സെയിൽ. അപ്പോൾ നമ്മൾ അന്ന് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ എത്താൻ കുറച്ച് ഡിലേ ആയിപ്പോയി. ഒക്ടോബർ 4-ലാണ് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെഡ്മി 8Aൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് റെഡ്മി 8A വരുന്ന ബോക്സ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതിവിടെ വെണ്ടക്കാശത്തിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് റെഡ്മി 8A എന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRPയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2GB 32GB ഓഷ്യൻ ബ്ലൂ വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ബോക്സിലെ MRP വരുന്നത് 7999 രൂപയാണ്. ശരിക്കും അത്ര പ്രൈസ് ഇല്ല. അപ്പോൾ ഫോണിൻ്റെ പ്രൈസ് എത്രയെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ചില ഹൈലൈറ്റഡ് ഫീച്ചർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൽകോം സ്നാപ്ഡ്രാഗൺ 439, പിന്നെ 5000 mAh ബാറ്ററി, 12 MP ക്യാമറ, പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറച്ച് ചില ഫീച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു കുഞ്ഞ് ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് സിം ഇജക്ടർ പിൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വാറണ്ടി കാർഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ഫോണാണ് വരുന്നത്. ഫോണൊന്ന് നമുക്ക് ഓൺ ചെയ്തിട്ട് മാറ്റിയേക്കാം. പിന്നെ ഒരു 5V 2A ഒരു അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ ഇതിൽ മൈക്രോ USB കേബിൾ അല്ല വരുന്നത്, USB-C ടൈപ്പ് കേബിളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഔറ വേവ് ഗ്രിപ്പ് ഡിസൈനാണ് റെഡ്മി ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഹാൻഡ് ഗ്രിപ്പ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്യാമറയും LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് റെഡ്മി എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനും താഴെയായിട്ട് ഡിസൈൻഡ് ബൈ ഷോമി എന്ന് നൽകിയിട്ടുണ്ട്. റെഡ്മി 8Aയുടെ ഈ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് രണ്ട് ഫോണാണ് ഓർമ്മ വരുന്നത്. ഒന്ന് പഴയ നോക്കിയ ലൂമിയ ഫോണുകളും, പിന്നെ ഇപ്പോൾ ഉള്ള ഓപ്പോ റെനോ ഫോണും. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്പീക്കർ, USB-C ടൈപ്പ് പോർട്ട്, പ്രൈമറി മൈക്രോഫോൺ, ഹെഡ്ഫോൺ ജാക്ക് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേയാണ് വരുന്നത്. ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും റെഡ്മി ഇതിന് നൽകിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഇത് നൽകിയത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കോൽകോം സ്നാപ്ഡ്രാഗൺ 439 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. റെഡ്മി 7Aയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസസ്സറാണ് റെഡ്മി 8Aയിലും ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ അവർ വലിയ അപ്ഡേഷൻ ഒന്നും നൽകിയിട്ടില്ല. അഡ്രിനോ 505 ആണ് ഇതിൻ്റെ GPU. 12 MB സോണി IMX363 സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. f1.8 ആണ് ഇതിൻ്റെ അപ്പക്ചർ. പോക്കോ F1ൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം സെൻസറാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 1080p 720p വീഡിയോസ് 30 frames/second ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 8 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. f2.0 ആണ് ഇതിൻ്റെ അപ്പച്ചർ. 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും റെഡ്മി ഇതിന് നൽകിയിട്ടുണ്ട്.
ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. ഹൈറ്റ് 156.48 mm, വിഡ്ത്ത് 75.41 mm, തിക്നെസ് 9.4 mm ആണ് വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 512 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ടും ഉണ്ട്. 2 ജിയോ സിം ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് നൽകിയിട്ടില്ല. അതിന് പകരമായിട്ട് AI ഫേസ് ലോക്ക് ആണ് നൽകിയിരിക്കുന്നത്. Android 9 Pie ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഇതിൽ വയർലെസ് റേഡിയോ സപ്പോർട്ട് റെഡ്മി ഇതിന് നൽകിയിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ FM-ന് വേണ്ടിയിട്ട് ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ വരുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ് സെൻസർ, ആക്സിലറോമീറ്റർ. പിന്നെ റെഡ്മി ഈ ഫോണിന് P2I പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. P2I പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്പ്ലാഷ് പ്രൂഫാണ്. ഈ ഫോണ് 3 കളറുകളിലായിട്ടാണ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഓഷ്യൻ ബ്ലൂ, സൺസെറ്റ് റെഡ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2GB 32GB വേരിയൻറ്റിന് 6499 രൂപയും 3GB 32GB വേരിയൻറ്റിന് 6999 രൂപയുമാണ് വരുന്നത്. 2 വേരിയൻറ്റ് തമ്മിൽ 500 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വാട്സപ്പ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ബ്ലൂപ്പർ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെഡ്മി 8A 3 കളറിലാണ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഓഷ്യൻ ബ്ലൂ, സൺസെറ്റ് റെഡ്. ഇത് അതേപോലെ മലയാളത്തിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പേര്? മിഡ് നൈറ്റ് ബ്ലാക്ക് കറുത്ത അർദ്ധരാത്രി, ഓഷ്യൻ ബ്ലൂ നീല സമുദ്രം, സൺസെറ്റ് റെഡ് ചുവന്ന സൂര്യാസ്തമയം.